സഹോദരി സഹോദരന്മാർ, എനിക്ക് ആദ്യമായിട്ടാണ് രണ്ട് കുറേ സാധനങ്ങൾ, അതുകൊണ്ട് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിവുകൂടാ. തന്നെയുമല്ല, ജന്മദിനങ്ങൾ ഇന്ന് എല്ലാവരും ആഘോഷിക്കുന്നത് പോലുള്ള ഒരു പതിവ് എൻ്റെ കുടുംബത്തിലില്ലായിരുന്നു. ഞാൻ കടന്നു പോകുന്ന വേദികളിലുമില്ലായിരുന്നു. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവരും ആഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ വലിയ നിർബന്ധമായിട്ട് എൻ്റെയും ജന്മദിനങ്ങൾ വളരെ ഹ്രസ്വമായ ആധ്യാത്മിക കർമ്മങ്ങളിലൂടെ ഞങ്ങൾ നിർവഹിച്ചു പോരുകയായി. 50 നിങ്ങളെ പോലെ എന്നെ കൂടുതൽ സ്നേഹിക്കുകയും, നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ മാത്രമേ സ്നേഹിക്കുന്നുവെന്ന്, ഞങ്ങൾ കൂടുതൽ സ്നേഹിക്കുകയും ബാക്കി എല്ലാവരും ഒക്കെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളൊരു പക്ഷേ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നവർ പോലും എന്നെ സ്നേഹിക്കുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. കാരണം ഒരു കാലത്ത് അവരെല്ലാവരും നിങ്ങളെ പോലെ തന്നെ എൻ്റെ അടുത്തായിരിക്കുകയും എന്നോടൊപ്പം പ്രവർത്തിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തവരാണ്. നാം എല്ലാവരും യഥാർത്ഥത്തിൽ ദൈവത്തിലായിരിക്കുകയും ചരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത്. അവിടെ ജാതിയെന്നോ മതമെന്നോ രാജ്യമെന്നോ ഭാഷയെന്നോ ഉള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ദൈവം സൃഷ്ടിക്കുന്ന എല്ലാ മനുഷ്യരും അവിടുന്നിലാണ് വ്യാപരിക്കുകയും ചിന്തിക്കുകയും എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ മനുഷ്യരെയും സഹോദരി സഹോദരന്മാരായി കാണാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം, കർത്തവ്യം, സന്തോഷം, സൗഭാഗ്യം. അതെനിക്ക് ഞാൻ ജീവിച്ച രംഗങ്ങളിലൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉദാഹരണങ്ങൾ പലതും ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത് പറയാനുണ്ടാകും. പക്ഷേ ഞാൻ ദീർഘമായിട്ട് അങ്ങനെ സംഭാഷിക്കുന്നില്ല. നാം എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു. അത് തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചും എന്നെ സംബന്ധിച്ചുമുള്ള സത്യം. നാം ആരും പരസ്പരം താരതമ്യം ചെയ്ത് ഒരാൾ വലിയവൻ ഒരാളതിന് കാരണം എന്നൊന്നും ചിന്തിച്ചിട്ടൊരു കാര്യം. നാം എല്ലാവരും ദൈവത്തിൽ വലിയവർ. ദൈവത്തിന് നാം എല്ലാവരും വലിയവരാണ്. ഒരു കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് എല്ലാ മക്കളോടുള്ളതുപോലുള്ള ഒരേ സ്നേഹമാണ് ദൈവമായ പിതാവ് നമ്മളോട് എല്ലാവരോടും. അതുകൊണ്ട് ഏതൊരു മനുഷ്യനെ കണ്ടാലും അപ്രകാരമുള്ള സൗഹൃദവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുവാൻ ഞാൻ കുഞ്ഞുനാൾ മുതലേ അറിയാത്തോ അറിയാതെയോ ഒക്കെ പ്രേരിതനായിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് പോകുന്നുണ്ട്. അവിടെ പെട്ടല രൂപതയിൽ ഞാൻ ചെന്നപ്പോൾ കന്യാകുമാരിയിലാണ് കൂടുതലായിട്ടും വീടുകൾ കയറി ഇറങ്ങി പോയപ്പോൾ ഒരു ഹൈന്ദവ സഹോദരൻ എന്നോട് ചോദിച്ചു, പിതാവേ, എല്ലാവരും അവിടെയും പിതാവിനെ ആ പ്രദേശത്ത് വിളിക്കുന്നത്, പിതാവേ എൻ്റെ വീട്ടിലൂടെ ഒന്ന് കയറത്തില്ലേ എന്ന്. നമ്മളൊരു കയറാമല്ലോ ചെന്നു. എനിക്ക് വളരെയേറെ സന്തോഷമായി. കാരണം അദ്ദേഹത്തിൻ്റെ ആ വീട്ടിലെ മുരുകൻ്റെ ഒരു തമിഴ്നാട്ടിൽ മുരുകനെയാണ് കൂടുതലായിട്ട് ആരാധിക്കുന്നത്. അപ്പോൾ മുരുകൻ്റെ ഒരു പടം, ഈശോയുടെ ഒരു പടം, പിന്നെ ഇസ്ലാമിൽ എഴുതിയ അതെന്താണെന്ന് എനിക്കറിഞ്ഞുള്ള ഒരു ചിത്രം, ഒന്നുമുണ്ട്. അപ്പോൾ അതെല്ലാം അദ്ദേഹം ആരാധിക്കുന്നു എന്നുള്ള മട്ടിലല്ല, അദ്ദേഹം മുരുകനെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ ആ സൗഹൃദം കിട്ടിയ നാളുകൾ അദ്ദേഹം എൻ്റെ പുറയിൽ മാറി. അതുപോലെ എപ്പോഴും വിളിക്കുകയും കൊടുത്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാനുഷിക സൗഹൃദം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ സ്നേഹത്തിന് അതിരുമില്ല, അളവുമില്ല. കാരണം അവിടുന്ന് അവരിലേയാണ് അളക്കാൻ സാധിക്കാത്ത സ്നേഹത്തിൻ്റെ ഉറവിടമാണ് ദൈവം. ആ സ്നേഹമാണ് ദൈവത്തെ ദൈവമാക്കുന്നത്. ആ സ്നേഹമാണ് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിലെ മനുഷ്യ സമൂഹത്തിലെ നമ്മിൽ കുടികൊള്ളുന്നത്. ഇത് നമുക്ക് ഒരിക്കലും നിഷേധിക്കാനാവില്ല. മാത്രമല്ല അത് സത്യം. അത് പല മതങ്ങളിലും പല രീതികളിലൊക്കെ പ്രകടിപ്പിച്ചു. അതൊക്കെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വാസം പഠിക്കുന്ന കാലത്ത്
ഭഗവത്ഗീത മുഴുവൻ സംസ്കൃതത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്ത് അത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയതാണ്. ഒരു പ്രൊഫസറിനെ സഹായിച്ചു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഹൈന്ദവ വീക്ഷണത്തിൻ്റെ ഭക്തിയുടേതായ ആ ഭാവം. ശ്രീകൃഷ്ണനെയാണ് അവിടെ ആരാധന പുരുഷനായിട്ട് വിളിച്ച് ഭക്തി പ്രകടിപ്പിക്കുന്നത് ഭഗവത്ഗീതയിൽ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ചിന്ത എനിക്ക് ഹിന്ദുമതത്തെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇസ്ലാം മതത്തെ കുറച്ച് പഠിക്കാൻ പരിശ്രമിച്ചു. എല്ലാത്തിനുമുള്ള നന്മകളെ എപ്രകാരം ഞാൻ വിശ്വസിക്കുന്ന കർത്താവായ ശിഹായിലൂടെ എനിക്ക് സമന്വയിപ്പിക്കാൻ സാധിക്കും എന്നുമൊക്കെ ഉള്ള ഒരു പരിശ്രമം എൻ്റെ ജീവിതത്തിൽ നടത്തി. MTHന് തിയോളജിയുടെ മാസ്റ്റർ ഡിഗ്രി കോഴ്സാണ് ആലുവയിൽ പഠിക്കുമ്പോൾ ഞാനൊരു ചെറിയ തീസിസ് എഴുതിയത് ശ്രീനാരായണ ഗുരുസ്വാമിയെ കുറിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ള തത്വത്തിൻ്റെ അർത്ഥം അദ്ദേഹം മനസ്സിലാക്കിയത് തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളൊന്നും ചിന്തിക്കുന്നവരെല്ലാം അദ്ദേഹം മനസ്സിലാക്കിയ അർത്ഥത്തിലല്ല പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നതെന്നാണ് എൻ്റെ ചിന്ത. എന്നത് വിമർശിക്കുകയല്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു സാർവലൗകികത്വം എല്ലാ മനുഷ്യർക്കും ഉണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഈ സാർവലൗകികത്തിൽ നമ്മൾ പെരുമാറുമ്പോൾ സങ്കുചിത മനോഭാവത്തോടുകൂടി പെരുമാറുന്നവർ നമ്മളെ അപകടത്തിലാവും. അതുകൊണ്ട് ആ അപകടം വരാതിരിക്കാൻ സൂക്ഷിക്കണം. ഈ അപകടം ഇങ്ങനെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് മാത്രം മനസ്സിലാക്കി. കൊച്ചിലെ മലയാളം മനസ്സിലാക്കിയിരുന്നില്ല. അങ്ങനെയുള്ള ചില അപകടങ്ങൾ ഉണ്ടാകാതെ ഈ സാർവലൗകികത്വം നമുക്ക് പാലിക്കാനായിട്ട് സാധിക്കണം. ഞാൻ പറഞ്ഞു, എൻ്റെ പേരിൽ ഞാൻ ഇതുവരെയും ഒരു ആഘോഷം സംഘടിപ്പിച്ചിട്ടില്ല. അതേസമയം സഭയുടെയും മനുഷ്യ സമൂഹത്തിൻ്റെയും വലിയ തിരുനാളുകളൊക്കെ ഞാൻ ആഘോഷിക്കാൻ മുൻപന്തിയിൽ തന്നെയാണ്. സഭയിൽ ഞാൻ ഇവിടെ പറയുന്നില്ല. ഓണം, അതുപോലെ തന്നെ മറ്റു ആളുകളുടെ ആഘോഷങ്ങൾ, വേറെ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ഉത്സവങ്ങൾ ഒക്കെ അതിലൊക്കെ പോയി സംബന്ധിക്കുന്നതിന് ഞാൻ പരിശ്രമിച്ചു. ഞാൻ ഒരിക്കൽ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിലേക്ക് പോവുകയാണ് 20 കൊല്ലം മുമ്പ്. അപ്പോൾ അവിടെ നല്ല റോഡുകളൊന്നുമില്ല. അപ്പോൾ ഈ റോഡുകളിൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് വലിയ തടി വലിച്ചിടും. ആരാണെന്നറിയാമോ? ആദിവാസികളായ ഗ്രാമങ്ങളിലെ ആളുകൾ. എന്തിന്? അവർക്ക് ഉത്സവമുണ്ട്. ആ ഉത്സവത്തിന് സംഭാവന കൊടുക്കും. അപ്പോൾ ഞാൻ വണ്ടിയിൽ പറഞ്ഞു, അയ്യോ അവർക്ക് വേണ്ടത് കൊടുക്കണമെന്ന്. പറ്റും പറയാം, ഇതാകെ ഒരു 10-30 സ്ഥലത്ത് കൊടുക്കേണ്ടി വരും. എത്ര വെച്ച് കൊടുക്കണം? ഞാൻ പോലെ കൊടുത്തേ, അതിൽ എല്ലായിടത്തും കൊടുക്കണം. അപ്പോൾ അവർ പറയാം, ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു, ഇത് ബുദ്ധിമുട്ടല്ല, നമുക്കിത് വലിയൊരു അവസരമാണ്. നമ്മുടെ ആ സ്നേഹം അവരോട് കാണിക്കാൻ, അവർക്ക് നമ്മളോട് കൂടി ഇടപെടാനാണ്. ഒരു പക്ഷേ നമ്മളത് കൊടുക്കാതിരുന്നാൽ അവരിൽ വിദ്വേഷത്തിൻ്റെ വികാരം മൂർച്ഛിച്ച് ഒരു പക്ഷേ നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയ കാര്യമാണ്. ആ ചിന്ത അവിടെ നിൽക്കട്ടെ. അതുകൊണ്ടാണ് ഇപ്പോൾ എപ്പോഴായിട്ട് പോലും ഒരു വലിയ ആഘോഷം സംഘടിപ്പിക്കാൻ ഞാൻ പരിശ്രമിക്കാറ്. തടക്കമില്ലാതെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ 10 മക്കളുണ്ടായിരുന്നു. 10 മക്കളുടെ ബർത്ത്ഡേയും ഫീസ് ഡേയും എല്ലാം ആഘോഷിക്കാൻ പോയാൽ എന്നും വീട്ടിൽ അപകടമാക്കിയില്ല. അതുകൊണ്ടായിരുന്നു മാതാപിതാക്കന്മാർ വിവേകമൊക്കെ അങ്ങനെയുള്ള പദ്ധതികൾ തുടങ്ങിയില്ല. പക്ഷേ അന്നത്തെ എല്ലാ മാതാപിതാക്കന്മാരും അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ചിലരെ 80-90 കഴിഞ്ഞവർക്കാണ് ഇപ്പോഴുള്ള കുട്ടികളെക്കാൾ ആവേശം ഇതൊക്കെ ആഘോഷിക്കാൻ. അതെങ്ങനെ അവിടെ ഒരു നല്ല പരിപാടിയാണല്ലോ മനസ്സിലാക്കി അത് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ 99 വയസ്സായിട്ടിരിക്കുന്ന ഒരു ബിഷപ്പിനെ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹം പാലായിലുള്ള ജോസഫ് പള്ളിക്കാവുന്നതാകാം. അദ്ദേഹം എന്നിട്ടാണ് ആരോഗ്യവാനായിട്ട് ചിരിച്ച് കളിച്ച് സംസാരിച്ച് സന്തോഷത്തോടെ അവിടെ അദ്ദേഹത്തിന് രോഗങ്ങളൊന്നുമില്ല. നിങ്ങളൊക്കെ പറയുന്ന കൊളസ്ട്രോൾ ഇല്ല, പ്രഷറില്ല, ഡയബറ്റീസം ഇല്ല, ഒന്നുമില്ല. മുട്ടിന് അല്പം വേദന ഉണ്ടെന്നുള്ളത് ഒരു ചെറിയൊരു പ്രയാസമേ. അത് തേയ്മാനോട് വന്നത്. അത് വേണമെങ്കിൽ മാറ്റിവെക്കാമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഈ 99 ഇപ്പോൾ കൂടുതൽ വിവേകമുള്ളവരുണ്ട്. ചിലപ്പോൾ ഡോക്ടർമാരെക്കാൾ വിവേകമുള്ള ആളുകളുണ്ട്. അവർ പറഞ്ഞു വേണ്ടതില്ല, 99 ആയിരിക്കും, മുട്ടൊന്നും മാറ്റേണ്ട, വെള്ളം മുട്ടോട് കുറിച്ചോട്ട് പോയാൽ മതിയായിരുന്നു. അങ്ങനെ അവിടെ ഇരിക്കും. അപ്പോഴങ്ങനെയുള്ള ആളുകൾ ജീവിച്ചിരിക്കുകയാണ് ആരോഗ്യത്തോട്. അപ്പോൾ അദ്ദേഹത്തിന് ജന്മദിനം ആഘോഷിച്ചു. ഞാൻ പോയി ആശംസിച്ചപ്പോഴൊക്കെ
അതിയായ സന്തോഷം, തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ എൻ്റെ 80 ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടതുപോലെ വലിയൊരു മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ച് രാഷ്ട്രീയക്കാരെയും മെമ്പർമാരെയും എല്ലാവരെയും നേതാക്കളെയും സുഹൃത്തുക്കളെയും കുടുംബക്കാരെയും എല്ലാം വിളിച്ച് നടത്തണമെന്നും പറഞ്ഞ് ഒരാസൂത്രണം എൻ്റെ സെക്രട്ടറി ഞാൻ അറിയാതെ തുടങ്ങി. ഇങ്ങനെ തുടങ്ങി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് വന്നപ്പോൾ അതൊക്കെ അദ്ദേഹം അത് അവതരിപ്പിച്ചുകൊണ്ടേയില്ല. ഞാൻ ഉടനടി എൻ്റെ സഭാംഗത്തിന് ആഘോഷമൊന്നും വേണ്ട, അങ്ങനെ നമ്മൾ ആഘോഷിക്കുന്നു. 2 ദിവസം പിന്നെ എൻ്റെ സെക്രട്ടറി അവനോട് പറഞ്ഞു, മനസ്സിലായില്ല, അദ്ദേഹത്തിന് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല, ഇപ്പോൾ അതുകൊണ്ടായി പറയും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ചെയ്യാവുന്നതെല്ലാം ചെയ്ത് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ മരിച്ചുപോയ പ്രമാണങ്ങളെയും ഞങ്ങളെല്ലാവരെയും കൂടെ ചേർന്ന് അവരെല്ലാവരും സജീവരായിട്ട് കൈയടിച്ച് പൂജത്ത് തന്ന് എനിക്ക് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു ചിത്രം, അത് AI-യുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ തയ്യാറൊക്കെ അദ്ദേഹം പ്രചരിപ്പിക്കുന്നു. ഇതാണ് കളി. അപ്പോൾ അങ്ങനെ ഒരു കാലമാണ് ഇത്. അപ്പോൾ ഇക്കാലത്ത് ഇപ്രകാരം ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്ന ഞാനിതുകൊണ്ടാണ്. പക്ഷേ POC പ്രസാദച്ചൻ സൂചിപ്പിച്ചതുപോലെ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അത് കാരണം ഞാൻ ഇവിടെയായിരുന്നു 9 വർഷം, 6 വർഷം ഡയറക്ടറായിട്ട്, അതിന് 3 വർഷം പ്രസാദച്ചനെ പോലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വവും. ഈ 9 വർഷവും എനിക്ക് അതിയായ സന്തോഷിക്കും. ഞാൻ മുമ്പ് പറഞ്ഞ രീതിയിൽ ഇവിടെ ഈ പറമ്പിൽ കളിക്കുന്ന ആളുൾപ്പെടെ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഇവിടെ ഭക്ഷണം കഴിക്കും. ആ പതിവ് ഞാൻ ആക്കിയപ്പോൾ ജോലിക്കാരായിട്ടുള്ള ആളുകൾ പറഞ്ഞു, ഈ അങ്ങനെ വേണ്ടത് ഞങ്ങൾ അടുക്കളയിലിരിക്കുന്നതാണെന്ന് പറഞ്ഞു. ഞങ്ങളെ പറ്റിയായിരുന്നു. അങ്ങനെ വന്നിരുന്ന് കഴിഞ്ഞ് പിന്നീട് 2 മാസം കഴിഞ്ഞ കുട്ടികൾക്കൂടെ ഇത് നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ സൗഹൃദം ഒരു വിധ വ്യത്യാസങ്ങളും ഇല്ലാതെ അനുഷ്ഠിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം വളരെ വളരെ നല്ലതാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ POCയിൽ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ സൂചിപ്പിച്ചു. ഏതായാലും POCയിൽ ഞാനിപ്പോൾ പൗലോസിസ്ലയുടെ ഒരു വചനം എൻ്റെ മനസ്സിലെപ്പോഴും പൗലോസ് നട്ടു, അപ്പുറം നനച്ചു, ദൈവം മാറും. ഇത് നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങളിലുള്ള ഒരു കാര്യം. ഒരു ഭവനമോ ഒരു സ്ഥാപനമോ ഒരു പ്രസ്ഥാനമോ ഒക്കെ അങ്ങനെ. ഇപ്പോൾ നമ്മുടെ ചാൾസ് വളരെയേറെ ലഹരിക്കെതിരായിട്ട് ചാർലി പോൾ വളരെയേറെ ലഹരിക്കെതിരായിട്ട് മുൻപന്തിയിൽ തന്നെയാണ്. കൃഷ്ണനിൽ നിന്നും പരാജയപ്പെട്ടു. അതൊക്കെ ഒരു അനുഭവം. ഈ പരാജയം അടുത്ത വിജയത്തിൻ്റെ നാന്ദിയായിരിക്കും. എങ്ങനെയാണ്? ഏതായാലും ചാർലി പോൾ ലഹരിക്കെതിരെ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ എത്തുമെന്നാണ് പറയുന്നത്. നിങ്ങളിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നവരല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. ഇതൊരിക്കലും മറ്റുള്ളവർക്ക് അത് കൊടുത്ത് അവരെ രക്ഷിക്കാനായിട്ട് അത് ഉപയോഗിക്കുമായിരിക്കും എന്ന് ഞാൻ പറയാം. അപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നമ്മൾ നടുന്നു, അല്ലെങ്കിൽ നമ്മൾ നനയ്ക്കുന്നു. ദൈവമാണ് നാമായിട്ട് ഒന്നും തന്നെ ഉണ്ടാകുന്നു. അത് എൻ്റെ POCയിലെ അനുഭവം. ഇവിടെ ചില കാര്യങ്ങൾ നടുന്നതിനും ചില കാര്യങ്ങൾ വളർത്തുന്നതിനും തക്കാളി രൂപതയിൽ വാസ്തവത്തിൽ ഞാനാണ് നട്ടതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് മുമ്പ് തന്നെ മിഷണറിമാർ അവിടെ ചെന്ന് കുറേ ക്രിസ്തീയ വിശ്വാസം ആശ്ലേഷിക്കുന്നതിന് ഇടവരുത്തിയിരുന്നു. അപ്പോൾ നടുക വളർത്തുക. പിന്നീട് ഞാൻ ഇവിടെ തിരിച്ചു വന്ന എറണാകുളം രൂപതയിലും പ്രവർത്തിച്ചപ്പോൾ അത് തന്നെയായിരുന്നു അനുഭവം. എല്ലാവരും തന്നെ ആദ്യത്തെ 3-4 വർഷം എന്നോടൊപ്പം സഹകരിച്ച് സ്നേഹിച്ച് ഇതാ വന്നത് നന്നായി എന്നെല്ലാം പറഞ്ഞൊക്കെ ഒത്തിരി അത് പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഞാൻ കർത്താവായ ഈശോമിശിഹായുമായിട്ട് നമുക്ക് യാതൊരുവിധ സമാനതയുമില്ല. പക്ഷേ ഇന്നുവരെയും ഈശോമിശിഹായുടെ ജീവിതം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു മുൻ ചിത്രം. നാം എല്ലാവരും ഈശോമിശിഹായോടുകൂടി അവിടുത്തെ ജീവിതം ജീവിക്കുന്നവരാണ്. അത് ക്രൈസ്തവരല്ലാത്തവർ പോലും സഹനത്തിൻ്റെ ജീവിതം, മരണത്തിൻ്റെ ജീവിതമൊക്കെ നമ്മൾ അങ്ങനെ ജീവിക്കുന്നവരാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ രീതിയിൽ പറയുമ്പോൾ, ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ, എല്ലാവരും അങ്ങനെയാണെന്ന് ചിന്തിക്കുമ്പോൾ കർത്താവിനെ പറ്റി പറയുന്ന ഒരു വചനമുണ്ട്. ആ വചനം ഇതാണ്:
ഇവനെ ഇങ്ങനെ വിട്ടാൽ ഈ ജനം മുഴുവൻ അവൻ്റെ പിന്നാലെ പോകും, നമ്മുടെ മതം നശിക്കും, റോമാക്കാർ വന്ന് നമ്മളെ കീഴ്പ്പെടുത്തും. ഈ ഒരു ചിന്തയാണ് ഒരു സമൂഹത്തിലേക്ക് തള്ളുന്നത്. സമാനമായ ഒരു ചിന്ത എനിക്കതിലെ തള്ളുന്നു. അത്രയും അതേക്കുറിച്ച് പറയാം. അപ്പോൾ ആ ഒരു ചിന്തയിൽ ഉണ്ടായ അസ്വാസ്ഥ്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ അസ്വാസ്ഥ്യങ്ങളെല്ലാം മാറും. എനിക്ക് യാതൊരുവിധ നിരാശ ക്രൈസ്തവ വിശ്വാസത്തിൽ നിരക്കുന്നതാണ്. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ എല്ലാ പരിഹാരങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്നും വിശ്വസിക്കണം. ഒരു മടിയും തോരാതിരുന്നതിൽ അത് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് നിങ്ങളൊക്കെ കേട്ട് പാടും. പാടാൻ അറിയാൻ പാടില്ലാത്തവർക്കും കൂടി പാടും. നമ്മൾ ഓരോ ദുഃഖവും തീരാതിരിക്കുകയും എല്ലാം തീരും. പക്ഷേ എങ്ങനെ തീരുന്നു എന്നുള്ളത് നമ്മളെ ആശ്രയിച്ചായിരിക്കും. നാം എല്ലാവരും ഇതിൽ സർക്കാരികളായ ഞാനിപ്പോൾ വിരമിച്ചതുകൊണ്ട് ആ രംഗത്തേക്ക് കടക്കുന്നേയില്ല. ഈ അതുപോലെ സ്വാസ്ഥ്യങ്ങളെ പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. നമ്മൾ അവരുടെ കാര്യങ്ങളെ ശക്തിപ്പെടുത്തണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പിന്നെ ഒരു ചിന്തയിലേക്ക് പറയാനുള്ളത് തോന്നി. ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മലബാർ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഞാൻ ചെയ്തത്. നടുകയും നനയ്ക്കുകയും വളമിടുകയും ചെയ്യുന്ന ശുശ്രൂഷയാണ് ചെയ്തത്. പക്ഷെ അദ്ദേഹം പറയുമ്പോൾ എൻ്റെ ഒരു ചിന്ത എന്തായെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഓരോ സഭയും, ലത്തീൻ സഭയും, മലങ്കര കത്തോലിക്ക സഭയും, മലബാർ സഭയും ശക്തിപ്പെടുന്നത് വഴിയായിട്ടാണ് കേരളത്തിലെ സഭ അല്ലെങ്കിൽ ഇന്ത്യയിലെ സഭ ശക്തിപ്പെടുന്നത് കത്തോലിക്ക സഭ. അതേസമയം ക്രൈസ്തവർ ശക്തിപ്പെടുന്നത് ക്രൈസ്തവ സഭകളും ഇതര ഓർത്തഡോക്സ്, CSI, മാർത്തോമ, ഈ സഭകളെല്ലാം കൂടെ ശക്തിപ്പെടുത്തും. ക്രൈസ്തവരായ നമുക്ക് യാതൊരുവിധ വ്യത്യാസവും ഉണ്ടാകേണ്ടതില്ല. ഭാഗ്യമായിട്ട് നമ്മൾ ഒന്നിച്ചു പോകും. പിന്നെയോ നമ്മുടെ വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം നമ്മൾ അപ്പാടെ സൂക്ഷിക്കുന്നത് വഴിയായിട്ട് നമുക്കുണ്ടാകുന്ന നമ്മുടെ സമ്പന്നത വർദ്ധിക്കുകയും, നിങ്ങളുടെ ഒരു കുഞ്ഞ് കാനഡയിലാണെന്നിരിക്കും, വേറൊരു കുഞ്ഞ് ആഫ്രിക്കയിലാണെന്നിരിക്കും, ഇനിയൊരു കുഞ്ഞ് ഏഷ്യയിലെ ഒരു ബാങ്കോക്കിലോ അവിടെ ആണെന്നിരിക്കും. അവരെല്ലാം കൂടെ വീട്ടിൽ വന്നിട്ട് ഒരു ക്രിസ്മസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാഘോഷത്തിൽ എല്ലാവരുടെയും ക്രിസ്മസ് രീതികളെ ഒന്ന് ചേർത്ത് അവതരിപ്പിച്ചാൽ ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന സന്തോഷത്തെ വരുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് സഭയെ വൈകിച്ചത്. ഒരു സഭയും മറ്റൊരു സഭയുടെ മുകളിൽ നിന്നല്ല. എല്ലാ സഭകളും കർത്താവിൻ്റെ ആത്മാവിനാണ് നയിക്കപ്പെടുന്നത്. എല്ലാറ്റിലും നന്മകൾ, ഒന്നിനെയും നന്മകൾ നമ്മൾ ഇല്ലാതാക്കുക. എല്ലാ നന്മകളെയും കൂട്ടിച്ചേർത്ത് നമ്മുടെ സന്തോഷത്തിലേക്ക് വരാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇപ്രാവശ്യം ക്രിസ്മസ് ആഘോഷിക്കുന്നത് നമ്മുടെ ഓസ്ട്രേലിയക്കാരുടെ രീതിയിൽ മാത്രം മതിയെന്ന് പറഞ്ഞ് മറ്റു രണ്ട് മക്കളിൽ എന്തോ ഒരു ദുഃഖത്തിലായിരിക്കും. അപ്പോൾ ഓസ്ട്രേലിയയായിരിക്കും, കാനഡയായിരിക്കും. ഇപ്പോഴത്തെ യാഥാർത്ഥ്യമനുസരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവരുന്നതെല്ലാം കൂടെ ഭക്ഷിച്ച് പാനം ചെയ്ത് അതുപോലെ തന്നെ ഗാനങ്ങൾ ആലപിച്ച് നൃത്തമാടിയൊക്കെ നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങൾക്കുള്ള സന്തോഷം എത്ര വലുതാണ്, എത്ര വലുതാണ്. ഇവിടെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. ആ രണ്ട് കുഞ്ഞുങ്ങളും കൂടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നിന്നപോലുള്ള ഒരു സന്തോഷം, ഇതുപോലുള്ള പങ്കുവയ്ക്കുന്ന ഒരു സന്തോഷം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബത്തിൽ ഒക്കെ നമ്മൾ സൃഷ്ടിക്കേണ്ടതാണ് ആവശ്യം. ഒരു കാര്യം പ്രത്യേകം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ശുശ്രൂഷയുടെ കാലത്ത് ഈ പിതാവ് തുടരുന്ന മൂന്നലുകളുണ്ട് സഭയിൽ. ഒന്നാമത്തത് നമ്മുടെ അൽമായരുടെ ശക്തീകരണം. നിങ്ങളതിന് ശാക്തീകരണം എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ഭാഷ പഠിത്തം ചോദിച്ചത് ശക്തീകരണം എന്നതാണ് ശരിയായ പദമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഏതായാലും അൽമായരുടെ ശക്തീകരണം. നമ്മുടെ സഭ അത് 3 കത്തോലിക്ക സഭകളും ക്രൈസ്തവ സഭകളുമെല്ലാം അൽമായരുടെ ശക്തി വളരെയേറെ നിലവിലിരിക്കുന്ന സഭകളാണ്. ആ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി അൽമായരുടെ ശക്തീകരണത്തിന് വേണ്ടി പരമാവധി പരിശ്രമിച്ച ആളാണ് ഞാൻ. പക്ഷേ അതിനെ വൈദികരായ ചിലർ വൈദികരുടെ ശുശ്രൂഷ പ്രാധാന്യം കുറയ്ക്കാൻ വേണ്ടി
അവർക്കുള്ള അധികാരങ്ങളെല്ലാം പിടിച്ചു വെക്കാൻ വേണ്ടി അൽമായരെ വളർത്തുകയാണ് എന്നുള്ള രീതിയിൽ കൈ നീക്കി ആഘോഷിക്കുന്നത്. ഞങ്ങളെ തൽക്കാലം വേണ്ടി അൽമായരെ ശക്തിപ്പെടുത്തുകയാണ് അല്ലേ. ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസും ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ മറ്റും എല്ലാം ഇങ്ങനെ വളർന്നു വന്ന കാലത്താണ് അവരെല്ലാം പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, സഭയിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട്, ദൈവത്തിന് മുമ്പാകെ എല്ലാവർക്കും തുല്യ ശുശ്രൂഷകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. പാപ്പ ചെയ്യുന്നത് ചെയ്യാനിരിക്കുമോ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത് ചെയ്യാൻ എനിക്കും നിർഭാഗ്യം സാധ്യത. കാരണം ഓരോരുത്തരുടെയും കഴിവുകൾ ഓരോരുത്തർക്കും ദൈവം നടത്താക്കിയിരിക്കുന്ന ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ്. ഈ വ്യത്യസ്തങ്ങളായ ദാനങ്ങളും കഴിവുകളും എല്ലാം പരമാവധി എല്ലാവരും വികസിപ്പിക്കുമ്പോഴാണ് ദൈവമായ സൃഷ്ടാവിൻ്റെ മഹത്വവും രക്ഷകനായ ഈശോമിശിഹായുടേതായിട്ടുള്ള ദൗത്യത്തിൻ്റെ സ്വഭാവവും ലോകത്തിൽ പ്രകാശിതമാകുന്നത്. അപ്പോഴാണ് ഒരു പൂ വിടരുന്നത് പോലെ ഇതളുകളായ നമ്മളെല്ലാവരും ഈ ലോകത്തിൽ പ്രശോഭിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രശോഭനമാണ് ഒറ്റയ്ക്കാരും വലിയവരാകുന്നത്. എല്ലാവരോടും കൂടിയാണ് എല്ലാവരും വലിയവരാകുന്നത്. ജനാധിപത്യ രാഷ്ട്രത്തിൽ പോലും ജനങ്ങളുടെ നന്മ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളോട് ഓരോ പാർട്ടിക്കും ഒരു ഭരണത്തിൽ വരുന്നത്. പക്ഷേ അവർ ഭരണത്തിൽ വന്നതിന് ശേഷം ഒരു ജനങ്ങളോടൊപ്പമാണ്. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതി പൊതുസമൂഹത്തിലും രാഷ്ട്രങ്ങളുടെ ഭരണത്തിലും അതുപോലെ തന്നെ സഭയിലും നിറവേറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സഭയുടേതായിട്ടുള്ള രീതിയിൽ പൊതുസമൂഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ കൂട്ടായ്മ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇത് ഒരു ഉപദേശങ്ങൾ മാത്രമല്ല, ഇത് നമ്മളുടെ സഭയുടെയും ജീവിതത്തിൻ്റെയും സ്വഭാവമാണ്. അത് നമ്മൾ പുലർത്തിക്കൊണ്ട് പോയില്ല എന്ന് വരികയും നമ്മുടെ തന്നെ ജീവിത ലക്ഷ്യം അത് ശരിയായി നിറവേറപ്പെടുകയും. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് അൽമായരുടെ ശക്തി, പ്രേക്ഷിത പ്രവർത്തനം, മൂന്നാമത് വൈദികരുടെയും സമൂഹങ്ങളുടെയും പരിശീലനം. ഇത് മൂന്നലുകൾ കൊടുക്കുക. പ്രേക്ഷിത പ്രവർത്തനത്തിന് മൂന്നൽ കൊടുക്കുക. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഈശോമിശിഹായുടെ സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ സമൂഹത്തെ അറിയുക, അത് സ്വീകരിക്കുന്നവരിൽ ആ കർത്താവിനാൽ നയിക്കപ്പെടുക, എല്ലാവരും ബാഹ്യമായിട്ട് മാമോദിസാശയത്തിൽ ക്രൈസ്തവരാകണമെന്നുള്ള ഒരു നിർബന്ധം ക്രൈസ്തവ സഭകൾക്ക് ഒന്നിനുമില്ല. അത് സ്വീകരിക്കാനായിട്ട് ഒരു സമയത്ത് ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിലേറെ ക്രിസ്തുവിൻ്റെ സന്ദേശത്താലും ക്രിസ്തുവിൻ്റെ ആത്മാവിനാലും എല്ലാ മനുഷ്യരും നയിക്കപ്പെടുന്നു. അത് ഹൈന്ദവനും അങ്ങനെ സാധിക്കും, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കും സാധിക്കും. അങ്ങനെയുള്ള വ്യവസ്ഥാപിത മതങ്ങളിൽ അല്ലാതെ ഓരോരോ മൂല്യങ്ങൾ തങ്ങളുടേതായ രീതിയിൽ സൃഷ്ടിച്ചു കഴിയുന്ന ഗോത്രവർഗക്കാർക്കും അത് സാധിക്കും. അങ്ങനെയുള്ള ഒരു സന്ദേശമാണ് ക്രിസ്തു കൊടുത്തിരിക്കുന്നത്. അതിലേക്കാണ് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുന്നത്. നമ്മൾ നാലോചിച്ച് നോക്കിക്കേ, നാം ഈ ക്രൈസ്തവരായിട്ടുള്ളവർ ഈ 2.8% ഈ ഭാരതത്തിൽ എല്ലായിരുന്നു എന്ന് വരികൾ ഭാരതത്തിൻ്റെ ചിത്രം മറ്റൊന്നാകുമായി. ആ ചിത്രം മോശമാണെന്നും അർത്ഥമില്ല ഞാൻ പറയുന്നു. ഇപ്പോഴുള്ള ചിത്രത്തിൽ ക്രൈസ്തവരുടെ പങ്കുകൊണ്ട്, ക്രിസ്തുവിൻ്റെ സന്ദേശം നമ്മൾ അവതരിപ്പിച്ചതുകൊണ്ട്, ക്രിസ്തുവിൻ്റെ ശക്തി ആത്മാവിൽ മനുഷ്യഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഉണ്ടായിട്ടുള്ള വ്യതിയാനം തീർച്ചയായിട്ടും ശുഭകരമാണ്, തീർച്ചയായിട്ടും അനുഗ്രഹപ്രദമാണ്. എല്ലാ മതങ്ങൾക്കും അനുഗ്രഹപ്രദമാണ്, എല്ലാ ജാതികൾക്കും അനുഗ്രഹപ്രദമാണ്. അത് വിദ്യാഭ്യാസമായിട്ട്, ആദര ശുശ്രൂഷയായിട്ട്, കാരുണ്യമായിട്ട് ഒക്കെ സമൂഹത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. എന്നാൽ എതിർ സാക്ഷ്യം കൊടുക്കുന്ന ക്രൈസ്തവരുമുണ്ട്, അതിനൊക്കെ എതിരെ പ്രവർത്തിക്കുന്നവരുമുണ്ട്. അവരുടെ എതിർ സാക്ഷ്യവും അവർ സൃഷ്ടിക്കുന്ന കലഹങ്ങളും സ്പർദ്ധകളും ഒക്കെ ക്രിസ്തുവിൻ്റെ സന്ദേശത്തിൻ്റെ വിലനിതടികളാകുന്നു. അതൊന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണമെന്ന് പറയേണ്ടതില്ലല്ലോ. അതിനെ ഞാനിങ്ങനെ പറഞ്ഞാൽ എൻ്റെ ചിന്തകളെ കാട് കയറുകയില്ല, നീണ്ടു പോകും. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഏതായാലും നിങ്ങളുടെ ഈ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. സ്നേഹം ഒന്ന് മാത്രമേ ഈ ലോകത്തിൽ നന്മ ചെയ്യുന്നതായിട്ടുള്ളൂ എന്നുള്ള ആ ക്രൈസ്തവ സന്ദേശം ഉള്ളൂർ പോലും പറഞ്ഞു. ഒരൊറ്റ മതമുള്ളവരും പഠിക്കും പ്രേമമതൊന്നല്ലോ ഉപദേശിച്ചതും ഉറക്കവേ കേൾക്കാം. ഭക്തിയൻകാലയാതി പരാത്മചൈതന്യം പരമ
അപ്പോൾ ഈശോയുടെ കൈതന്യം സ്നേഹമായിട്ട് പ്രേമം എന്ന വാക്കാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടില്ല. പ്രേമസംഗീതം എന്ന ആ പാട്ടിൻ്റെ തലക്കെട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ സ്നേഹം അത് ഒരേ ഒരു സ്നേഹമാണ് എല്ലാ രീതികളിലും മനുഷ്യരിലും പ്രപഞ്ച വസ്തുക്കളിലും പ്രസിച്ചു കൊടുത്തി. പ്രപഞ്ച വസ്തുക്കളിൽ പോലും നമ്മൾ ഈ പ്രപഞ്ചത്തെ ദൈവം നമുക്ക് തന്നതുപോലെ തന്നെ തിരിച്ച് നമ്മുടെ വരുന്ന തലമുറയ്ക്ക് പരമേൽപ്പിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ പറയാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറ്റുമ്പോൾ ദ്രോഹം ചെയ്യണം, തിന്മ ചെയ്യുകയും ഈ പക്ഷികളും എല്ലാം ദൈവത്തെ മുഖത്തപ്പെടുത്തുന്നതാണ്. ആരെയും നശിപ്പിക്കുന്നെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. പക്ഷേ അവ നമ്മെ നശിപ്പിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നമുക്ക് എടുക്കണം. അതാണ് വന്യജീവി സംരക്ഷണത്തിൻ്റെ കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത. അതായത് നിർത്തട്ടെ. നിങ്ങളുടെ ഈ നിങ്ങളുടെ ഈ കുടിവരവിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എളിവനായ എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എല്ലാ സഹായ സഹകരണങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. കഴിഞ്ഞ കാലത്തും ഇനി അങ്ങോട്ടും നിങ്ങളുടെ സ്നേഹം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എനിക്കറിയാം എൻ്റെ സ്നേഹവും നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ പലരെയും വ്യക്തിപരമായിട്ട് ഞാൻ അറിയുന്നതാണ്. നിങ്ങളുടെ പേരിൽ വിളിച്ചതിന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനും സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ നമ്മുടെ സ്നേഹം തുടരണം. സഭയുടെയും സമൂഹത്തിൻ്റെയും നന്ദിക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം. ഒരിക്കലും വിദ്വേഷമോ കാലുഷ്യമോ വളരെ അനുവദിക്കരുത്. ഭിന്നിച്ചു നിൽക്കുന്നവരെ ഐക്യത്തിലേക്ക് കൊണ്ടുവരും. ഒന്ന് തിരിച്ചു ചിന്തിച്ചതുകൊണ്ട് യാതൊരു പ്രയാസവും ഇല്ല, ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യം അർപ്പിച്ചു പറഞ്ഞ് നമ്മുടെ സഹോദരങ്ങളെ സൗമനസ്യത്തോടുകൂടി നമ്മൾ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിക്കണം. ചിലരെ തിരിച്ചു കൊണ്ടുവരുവാൻ ബുദ്ധിമുട്ടുണ്ട്. കർത്താവായ ഈശോയിൽ പോലും യുവദാസ് 3 വർഷം കർത്താവിനോട് നടന്നിട്ടും അവനെ മനസ്സാന്തരപ്പെടുത്താൻ കർത്താവിന് കഴിഞ്ഞില്ലല്ലോ. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവൻ നന്മയെ സ്നേഹിക്കുന്നില്ല. ഇപ്പം നന്മയെ സ്നേഹിക്കാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ സഹോദരങ്ങൾ പോകാതിരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. പത്രോസ് ആകട്ടെ തിരിച്ചു വന്നു. കാരണം അവൻ നന്മയ്ക്ക് വേണ്ടി ത്യാഗിച്ചു. താൽക്കാലികമായി ഉണ്ടായ സാഹചര്യത്തിൽ അപകടം തനിക്കുണ്ടാകുമോ എന്ന് കരുതിയിട്ട് കർത്താവിനെ തള്ളി പറഞ്ഞു. പക്ഷേ കർത്താവിൻ്റെ ഒറ്റ ഒരു നോട്ടത്തിൽ അവൻ മനസ്സ് കലങ്ങി കരഞ്ഞ് കർത്താവിൻ്റെ സന്നിധി പിന്നീട് തിരിച്ചു വന്നു. അതുപോലെ ആയിരിക്കണം നമ്മുടെ മനോഭാവം. ഒരിക്കലും ഒരു കുടുംബത്തിലോ ഒരു സ്ഥാപനത്തിലോ ഒരു ജീവിത മേഖലയിലോ നമുക്ക് ഭിന്നതയുണ്ടാകാതെ ഐക്യത്തിലും സ്നേഹത്തിൽ നമുക്ക് കഴിയണം. അല്പസ്വല്പം വാക്ക് തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടായാലും അടുത്ത നിമിഷത്തിൽ പരിഹരിക്കാനുള്ള ഒരു സന്നദ്ധത നമുക്കുണ്ടായിരിക്കണം. അതായിരുന്നു നമുക്ക് ലോകത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സന്ദേശം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയും. കാലത്തുള്ള നമ്മോട് ഉപയോഗിക്കാനായിട്ട് നന്ദി. നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും സംസാരിക്കാനുള്ള